നമസ്കാരം, എൻ്റെ പേര് സുരേഷ്. എൻ്റെ സ്വദേശം ഒറ്റപ്പാലാണ്. എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥലമാണിത്. അദ്ദേഹത്തിൻ്റെ പേര് സേതുമാധവ് എന്നാണ്. ഇത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ പഞ്ചായത്തിൽ ചുനയാട് എന്ന സ്ഥലമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് നെറ്റിൽ വന്ന സമയത്താണ് അഗ്രോ സൊല്യൂഷൻ എന്നൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഇതിൽ കിട്ടിയത്. അങ്ങനെ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ അത് മുഖാന്തരമാണ് ഇവിടെ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്തു. അവർ സർവേ നടത്തി. അവരാണ് നമുക്ക് ഈ ഓട്ടോ സൊല്യൂഷനായിട്ടുള്ള മൊബിടെക്കിൻ്റെ സാധനങ്ങൾ ഇന്നമാതിരി ഇതുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓട്ടോമേഷൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചിട്ട് എന്താണോ ഇവിടെ നട്ടിരിക്കുന്നത് അതിന് വെള്ളവും വളവും അങ്ങനെയുള്ള എല്ലാ രീതിയിലും അത് ഏത് ടൈം കൊടുക്കുകയെന്ന് വെച്ചാൽ ടൈമിന് ഓൺ ആവുന്നു, ടൈമിന് ഓഫ് ആവുന്നു. അങ്ങനെ ഞങ്ങൾ കവുങ്ങാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ വാഴയാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. കവുങ്ങ് രണ്ടാമത് വെക്കാൻ പോകുന്നു. ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഇവിടെ വീടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തനിയൊരു ഒരു 5 ഏക്കർ സ്ഥലമാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വീട് വന്നിട്ട് ഒരു 2 കിലോമീറ്റർ കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും പിന്നെ എപ്പോഴും വന്ന് നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ ഓട്ടോമേഷൻ ഇതിൽ വെക്കാൻ കാരണം. പിന്നെ വിഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോട്ടം മൊത്തമായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സിസ്റ്റം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളിലൊരു ക്യാമറയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും നനയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞങ്ങൾ ഈ ട്രിപ്പ് സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കാരണം. ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിന് കുറച്ച് സോഴ്സ് കുറവായിരുന്നു ആദ്യം. അപ്പോൾ അതിലൊരു കിണർ നമുക്ക് അവിടെ കാണാം. ആ കിണറിലും ഉണ്ട്, വെള്ളമുണ്ട്. തൊട്ട് പുറകിൽ ഒരു കുളമുണ്ട്. പക്ഷേ നമുക്കത് നേരാക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യം അടിച്ച ഒരു ബോർവെല്ലായിരുന്നു ഇത്. അതിവിടെ മാനുവലായിട്ട് നോക്കിയ ശേഷം ചെയ്തതായിരുന്നു. പക്ഷേ അതിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് കാരണം ഞങ്ങൾ വീണ്ടും ഒരു സാറ്റലൈറ്റ് സർവേ ഏർപ്പാട് ചെയ്തു. അവരായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ വന്ന് സർവേ ചെയ്ത ശേഷമാണ് നമുക്ക് പുതിയൊരു സ്ഥലം കണ്ടെത്തിയത്. അതിൽ നമുക്ക് ആവശ്യം പോലെ വെള്ളമുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഈ 5 ഏക്കർ നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ തുള്ളി നനയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം യഥേഷ്ടം ലഭ്യമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മൊബിടെക്കിൻ്റെ ടെക്നോളജി പ്രകാരം നമുക്ക് ട്രിപ്പ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കത് മൊബൈലിലൂടെ ഉപയോഗിക്കാൻ പറ്റും. മാനുവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വാൾവുകളെല്ലാം മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ പറ്റും. ഇനി അതല്ല, മൊബൈൽ വഴി നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഏത് സമയമാണെങ്കിലും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത് ഈ 24 hours നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. 1 hour ഇടവിട്ടിട്ടാണ് നമ്മളത് നനച്ചുകൊണ്ടിരിക്കുന്നത്. മൊബിടെക് ടെക്നോളജിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ സിസ്റ്റം ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചാൽ ഇത്രയും ദിവസം കൊണ്ട് നമുക്കതിനൊരു നല്ല രീതിയിലായിട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നത്. അതായത് നമുക്ക് സമയ ലാഭമാണ്. പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കുറച്ചാണെങ്കിലും നമുക്ക് അതിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കോ അല്ലെങ്കിൽ വാഴയ്ക്കാണെന്നുണ്ടെങ്കിലും കവുങ്ങിനാണെന്നുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി അടുത്തൊരു ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനും നമുക്ക് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് അതിനെക്കുറിച്ച് താല്പര്യമുണ്ട്. നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്.